ഈ കോട്ട് അണിഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനം അത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അച്ഛൻ്റെ അമ്മയുടെ വേർപ്പുണ്ട്, ഞങ്ങളുടെ കണ്ണീരുണ്ട് ഇന്നലെ വരെ ഉള്ള. എന്നാണ് ഇതിൽ ചോര പൊടിഞ്ഞത്. അപ്പം ഇനിയും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കളർ ചുമപ്പാകും. ഈ വെള്ളക്കോട്ടിന് ഒരു കാരണത്തിനും ഉപയോഗമില്ലാതെ ഇത് ചുമന്ന കോട്ടാകും. ഇത് വെള്ളക്കോട്ടായിട്ടിട്ട് ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഇപ്പോഴെങ്കിലും ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ഇത്ര നാളും ഞങ്ങൾ ശബ്ദം അടച്ചത് എന്താണെന്നുള്ളത് ഈ ഇത്ര ദിവസത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഞങ്ങൾ ഇത്രയും പേര് വന്ന അലിഗേഷൻസ് പറഞ്ഞിട്ടും സാറിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇത്രയും മീഡിയ അറ്റൻഷൻ ഉണ്ടായിട്ട് പോലും ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളല്ലാതെ ഒരു നോർമലായിട്ട് ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറിനെതിരെ ഒരു അലിഗേഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടൂടെ? നമുക്കൊരു പരാതി കൊടുക്കണമെങ്കിൽ തന്നെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പൽ ഓഫീസിലാണ്. അവിടെ നിന്നുള്ള നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളതായിരിക്കത്തില്ല. നമുക്കൊരു മാനേജ്മെൻറ്റ് ആരാണെന്ന് അറിയത്തില്ല. കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതുവരെയ്ക്ക് നമുക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നവരെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഡിമാൻഡ്സ് അവർ അംഗീകരിക്കുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഈ സംഭവിച്ചിരിക്കുന്നത് വളരെ നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നറിയാം. ആ ഘട്ടത്തിലും മാനേജ്മെൻറ്റിൻ്റെ ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്ററൊക്കെ നിങ്ങളുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പോലും ഇതിനകത്തൊരു നീതിപൂർവമായിട്ടുള്ള പ്രതികരണം നിങ്ങളോട് നടത്തുന്നില്ല എന്നുള്ളത് കൂടി. അതെയാണ് അവർ ഇതുവരെയ്ക്കും നമ്മൾ എന്തൊക്കെ ഡിമാൻഡാണോ വെച്ചിട്ടുള്ളത് അതിനൊന്നും അവർ ഒരു ആൻസർ നമുക്ക് ഇതുവരെയ്ക്കും തന്നിട്ടില്ല. നമുക്കത് വേണം. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളോട് വന്ന് സംസാരിക്കണം. അത് ഇനിയും അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല ശക്തമായിട്ടുള്ള ഇതുണ്ടാവും. നിങ്ങളുടെ പാരൻസൊക്കെ കുറേ പേരുടെ പാരൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് പരാതി പറയാൻ വേണ്ടിയാണ്? അതെ പാരൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ആ കുട്ടിയുടെ മരിച്ച കുട്ടിയുടെ സഹപാഠികളുടെ പാരൻസ് വന്നിട്ടുണ്ട്. അവർക്കാണ് കുറച്ചും കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർ അതിന് ഫുൾ വില്ലിംഗ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്.